സ്നേഹമുള്ളവരെ, കുടുംബ ജീവിതത്തിൻ്റെ നന്മകളിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് വിവേകം. നമ്മുടെ ദിവസങ്ങളിലൊക്കെ കണ്ടു, വിജ്ഞാനം കണ്ടിട്ടുണ്ട്, വിശുദ്ധിയെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്. വിവേകം വളരെ ആവശ്യമാണ്. എന്താണ് വിവേകം? കുടുംബത്തിൽ വിവേകമില്ലാത്ത വർത്തമാനങ്ങൾ ഒരിക്കലും പറയല്ല. കുറേ നാൾ ജീവിക്കുമ്പോൾ ഒരു ഭാര്യയ്ക്കറിയാം ഭർത്താവിൻ്റെ ഇഷ്ടാനിഷ്ടങ്ങൾ, അവൻ ആഗ്രഹിക്കുന്ന പദങ്ങൾ, അത് പെറുക്കി പറയാൻ ഭാര്യ പഠിക്കണം. ഇനി ഭാര്യയുടെ ഇഷ്ടാനിഷ്ടങ്ങളും അവൾ ഇഷ്ടപ്പെടാത്തതുമായ വാക്കുകളുമുണ്ട്, അത് ശ്രദ്ധിക്കണം. വിവേകമില്ലാത്ത വാക്ക് ഒരിക്കലും പറയല്ല. എൻ്റെ ഭാര്യയ്ക്ക് ഇഷ്ടമാണ് പേരിൻ്റെ കൂടെ മോളെ മോളെ എന്ന് വിളിക്കുന്നത്. എങ്കിൽ പേര് വിളിക്കുമ്പം മോളെ, ടെസ്സിയാണോ ടെസ്സി മോളെ, മിനിയാണോ മിനി മോളെ, ജാസ്മിനാണോ ജാസ്മിൻ മോളെ, മോളിയാണോ മോളുടെ മോളെ. ഇപ്പം ഒരു മോൾ എന്ന് വിളിക്കുന്നത് ഇഷ്ടമാണോ അത് കൃത്യമായിട്ട് ആ പദം പ്രയോഗിക്കണം. എൻ്റെ ഭർത്താവിന് ഇഷ്ടമാണ് പേരിന് കുട്ടാന്ന് വിളിക്കുന്നു, ആ വാക്കാണോ അത് ഭാര്യ ഉപയോഗിക്കണം. മുറിപ്പെടുത്തുന്ന വാക്കുകൾ പറയല്, നല്ല വിവേകത്തോട് പെരുമാറണം. ചിലപ്പോൾ ചില പാഴ്വാക്കുകൾ കുടുംബത്തെ തകർക്കാറില്ലേ? പലപ്പോഴും നമ്മുടെ കുടുംബങ്ങളിൽ കലഹം ഉണ്ടാകുന്നതിൻ്റെ ഒരു അടിസ്ഥാന പ്രശ്നം ദമ്പതികളുടെ പ്രശ്നമല്ല, ഒരു മൂന്നാം കക്ഷിയെക്കുറിച്ചുള്ള പറച്ചിലില്ല. ആവശ്യമില്ലാത്ത കാര്യങ്ങളുടെ ചർച്ചയിലാണ് കുടുംബങ്ങൾ പലപ്പോഴും തളരുക. നമുക്കതുണ്ടാകരുത്. വിവേകമുള്ള ഭാഷ. ഭർത്താവ് ഒരു നീല പാൻസ് ഇട്ടു, ചുമന്ന ഷർട്ട് ഇട്ടു, ഒരു മഞ്ഞ മഫ്ലറും കഴുത്തി ചുറ്റി. ഭാര്യയുടെ മുമ്പിൽ വന്ന് ചോദിച്ചു, എങ്ങനെയുണ്ടടി എന്നെ കണ്ടാൽ? പ്രതീക്ഷിച്ച മറുപടി, ചേട്ടനെ കണ്ടാൽ ഷാരൂഖ് ഖാനെ പോലെ ഇരിക്കുന്നു. അവൾ എടുത്തു പറഞ്ഞ മറുപടി, കേമമായിരിക്കുന്നു, റെയിൽവേയിൽ ചരക്ക് ചുമക്കുന്ന പോട്ടറെ പോലെ ഉണ്ടല്ലോ. അവൻ അരിശം വന്നു, നീ പറഞ്ഞ സത്യവാടി, 20 വർഷമായിട്ട് നിന്നെപ്പോലെ ഒരു മുടിഞ്ഞ ചരക്കിനെ ഞാൻ ചുമന്നുകൊണ്ടിരിക്കുകയല്ലേ, നീ ഇങ്ങനെ തന്നെ പറയണം. വിവേകമില്ലാത്ത വാക്കുകൾ കുടുംബത്തിൽ കലഹമുണ്ടാകും, കുടുംബത്തിൽ അസ്വസ്ഥത ഉണ്ടാകും. നമ്മുടെ വാക്കുകൾ വിവേകത്തോടെ ഉപയോഗിക്കുക. വിവേകരഹിതമായ വാക്കുകൾ പറയാതെ നമ്മൾ സൂക്ഷിക്കണം. ചിലപ്പോഴൊക്കെ അരിശം വരുമ്പോൾ പറയുന്ന മുറിപ്പെടുത്തിയ വാക്ക് പിന്നീട് കുടുംബ കോടതിയിലേക്ക് ദമ്പതികളെ നയിച്ചിട്ടുണ്ട്. വികാരം വരുമ്പോൾ പറയുന്ന വാക്ക് അപകടം പറ്റിയിട്ടുണ്ട്. അതുകൊണ്ടാണ് പറയുക, വിവേകത്തിൻ്റെ ഭാഗമാണ് കോപം വരുമ്പോൾ ദമ്പതികൾ സംസാരിക്കാതെ മാറിപ്പോകണം. ഭാര്യ അടുക്കളയിലേക്ക് പോവുക, ഭർത്താവ് മുറിയിലേക്ക് പോവുക, സാന്നിധ്യത്തിൽ നിന്നും മാറിപ്പോവുക കോപം വരുമ്പോൾ. 2, നിരാശ വരുമ്പോൾ തീരുമാനമെടുക്കരുത്. നിരാശ വരുമ്പോൾ ഒരു തീരുമാനമെടുക്കരുത്. 3, അമിതമായ ആഹ്ലാദം വരുമ്പോൾ വാഗ്ദാനങ്ങൾ കൊടുക്കരുത്. ഇതാണ് വിവേകമുള്ള ദാമ്പത്യ ജീവിതം. ഇല്ലെങ്കിലോ തൊട്ടതിനും പിടിച്ചതിനും ബഹളമായി, പ്രശ്നമായി, എടുത്തിയാട്ടമായി, ഓരോരോ രീതികളിലൂടെ വിപത്തുകളിലേക്ക് നമ്മൾ കടന്നു വരാം. കഴിഞ്ഞകാല ദാമ്പത്യത്തിലേക്ക് ഒരാത്മശോധന നടത്തുക. വിവേകമുള്ള ഒരു ഭാര്യയായിരുന്നു ഞാൻ, വിവേകമുള്ള ഭർത്താവായിരുന്നു ഞാൻ. വിവേകമില്ലെങ്കിൽ എന്തു സംഭവിക്കും? ഖേദിക്കുന്ന ഭൂതകാലം നമുക്കുണ്ടാവും. അതാണ് അപകടം. ഖേദിക്കുന്ന ഭൂതകാല സ്മരണകളുണ്ടാവും. ഓർക്കും, ഷോ അങ്ങനെ പറയേണ്ടായിരുന്നു, ഷോ ഇങ്ങനെ പറഞ്ഞു പോലെ, ഷോ എന്നൊരു വാക്ക് വരും, ഇങ്ങനെ പറ്റിപ്പോയല്ലോ. വിവേകമില്ലാതെ പെരുമാറി ദുഃഖിക്കുന്നവരെ കാണും. എങ്കിൽ ജീവിതം ഒന്നേ ഉള്ളൂ, വിവേകമുള്ള സംസാരം, വിവേകമുള്ള പെരുമാറ്റം, വിവേകമുള്ള ഇടപെടൽ. അങ്ങനെ കുടുംബത്തെ ബലപ്പെടുത്താം, കുടുംബത്തെ ശക്തിപ്പെടുത്താം. ആയുസ് ഒന്നേ ഉള്ളൂ. നമുക്ക് പിന്നീട് ഇത് റിഹേഴ്സൽ ഇല്ല, ആക്ഷനാണ്. അതാണ് ജീവിതം. റിഹേഴ്സൽ എടുക്കാൻ സമയമില്ല. എങ്കിൽ നൽകപ്പെട്ട സമയത്ത് ഏൽപ്പിക്കപ്പെട്ട ജോലി ഭംഗിയായി ചെയ്ത് ഉത്തമനായൊരു ഭർത്താവായി, ഉത്തമനായൊരു ഭാര്യയായിട്ട് ജീവിക്കുക. ഒരുപക്ഷെ ഓരോ ഭർത്താവിനും ഭാര്യയിലും ഇതുവരെ ജീവിത പങ്കാളിക്ക് കൊടുക്കാൻ പറ്റുന്ന സമ്മാനം ഒളിച്ചു വെച്ചിട്ടുണ്ട്. എന്നാണ് സമ്മാനം? അല്പം കൂടെ ഒരു നല്ല ഭർത്താവായി എന്നെ തന്നെ ഭാര്യയ്ക്ക് കൊടുക്കുക, അല്പം കൂടെ നല്ല ഭാര്യയായി എന്നെ തന്നെ ഭർത്താവിന് കൊടുക്കുക, അല്പം കൂടെ നല്ല മാതാപിതാക്കളായി നമ്മളെ തന്നെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുക. ആ വീട് ഭൂമിയിൽ ഒരു സ്വർഗമായിരിക്കും. ഈ ചിന്ത ഹൃദയത്തിൽ സൂക്ഷിക്കാം. നന്ദി, നമസ്കാരം.